ഇതുണ്ടോ ഒരു ബസ്, ഇതൊരു വണ്ടിയായിട്ട് ഇടിച്ചാൽ അതിൻ്റെ പുറകിൽ ഒരു ലോറി കിടപ്പുണ്ട്, അതുമായിട്ട് ഇടിച്ചാന്ന് തോന്നുന്നു. ക്യാബിനൊന്നുമില്ല, ക്യാബിനെല്ലാം എടുത്ത് ബോഡിയെ വെച്ചേക്കുക. കുറച്ചായതാണെന്ന് തോന്നുന്നു ആക്സിഡൻ്റ് ആയിട്ട്. ഗ്ലാസ്സൊക്കെ നല്ലപോലെ തുറച്ചു കേട്ടോ. ആ ആയിക്കോട്ടെ. ഉത്തരവ് പോലെ ഏ ഇവിടെ പണിയെടുപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നതല്ലേ? ആഹാ, ഇല്ല, പണി എടുപ്പിക്കാനായിട്ട് കൂടെ വന്ന പോലെ തോന്നുന്നു, അതാ പറഞ്ഞേ. ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ കർണാടകയിലാണല്ലോ. കർണാടകയിലെ എല്ലാപ്പൂരാണുള്ളത്. ഹോളി റൊസാരി ചർച്ച്. പുത്തേ ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും എല്ലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഇതാ. അതെ, പക്ഷേ വണ്ടിക്കാരെല്ലാം പറയുന്നത് താഴെ വിജയന്റെ കട ഇരിക്കുന്ന അതെ, അവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതാണ് എല്ലാപ്പൂര്. ശരിക്കും ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അതെ, ഇനി ആ ചുരമല്ല ഇറങ്ങി ചെല്ലണം. ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായല്ലേ? അതെ അതെ, 98 മുതൽ ഇതിലേ വരുന്നതാണ്. ഇന്നലെ അല്ല, വെളുപ്പിനെ ഒരു എത്ര മണിയായി നിർത്തിയപ്പം 3 മണി വരെ ഞാൻ ഓടിച്ചു. 2:45 3 മണി വരെ ഓടിച്ചു. മെയിൻ ഡ്രൈവർ നല്ല സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. എത്ര ദിവസമായിട്ട് ഉറക്കം നിൽക്കുക. ഇടയ്ക്കൊന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയട്ടെന്ന്. ചായ കുടിക്കുന്നോ രാവിലെ? ചായ കാപ്പിയല്ലോ, ചായ കുടിച്ചിട്ട് പോയാലോ? കുടിക്കാം. ഇതിലേ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ടല്ലോ. അതെ, നല്ല തിരക്കുണ്ട് വഴിയില്ല. അതിനെന്തറിയോ, രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങിയേച്ച് എടുത്ത് വരുന്നവരും കൂടെ രാവിലെ എടുത്ത് പോരുന്നതാ. ഇവിടെ എല്ലാം ഈ ചായക്കാരനുണ്ട് കേട്ടോ. അതെ, ചായ കൊണ്ട് വെപ്പുണ്ട്. നല്ല ചൂട് കാപ്പി. കുഴപ്പമില്ല, ഊതി കുടിച്ചു. അതെ, വലിയ മധുരമില്ല, കറക്റ്റ് മധുരമാണ്. നല്ല കാപ്പിയാ. എല്ലാപ്പൂരൊക്കെ പണ്ടത്തേലും നല്ല ഡെവലപ്പായിട്ടുണ്ട്. ഒരുപാട് കടകളൊക്കെ ആയി. ഇവിടുത്തെ പഴയ ഒരു സ്കൂളാണ്, മോഡൽ ഹയർ പ്രൈമറി ഉറുദു ആൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എല്ലാപ്പൂർ. മാഗോഡ് ഫാൾസ് 18 കിലോമീറ്റർ, യാന 65 കിലോമീറ്റർ, അങ്കോള 71 കിലോമീറ്റർ. യാന കേവ്സ് ഞാനും സൂര്യയും അച്ഛമ്മയും പിള്ളേരും എല്ലാം കൂടെ പോയതാ. ഞങ്ങൾ അത് പോയില്ല. കൊള്ളാം, നല്ല അത്യാവശ്യം കാണാനുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. ഇത് 2 കേരള വണ്ടിയാണല്ലോ കിടക്കുന്നത്. ഇപ്പം മുമ്പ് 2 വണ്ടി പോയായിരുന്നു അങ്ങോട്ട്. ടൂറിന് വന്നതാ, സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് വന്നത്. അതെ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊപ്പോളിക്കായിരുന്നു ലോഡും കൊണ്ട് വന്നത്. കൊപ്പോളി ലോഡ് ഇറക്കി, അത് കഴിഞ്ഞ് പിന്നെ അവമാനാറി വന്ന് സവോളയും കയറ്റി കോട്ടയ്ക്കിലേക്കുള്ള യാത്രയിലാണ്. ശരിക്കും നമ്മൾ അങ്ങോട്ട് തീരദേശത്തൂടെ തന്നെ പോയി ഗോവ വഴിയാണ് ബോംബെക്ക് പോയത്. അപ്പോൾ അവിടുന്ന് പിന്നെ തിരിച്ച് ശരിക്കും പൂനെയിൽ കയറിയില്ലെന്നുള്ളൂ. പൂനെയുടെ ഒരു സൈഡിൽ കൂടെ വന്ന് ഇങ്ങനെ കറങ്ങിയാണ് ഇപ്പം നമ്മൾ തിരിച്ച് ഇപ്പം അങ്കോളയിലേക്ക് ചെല്ലുന്നത്. ഇവിടുന്ന് കാർവാർ 95, പനാജി 200, മംഗ്ലൂർ 292, മഗോഡ ഫാൾസ്, ജനുക്കൽ ഗുഡ 16, വിഭൂതി ഫാൾസ്. അപ്പം കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഈ എല്ലാപ്പൂരിന് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട്. ഇവിടുന്ന് വനമാണ്. ഇത് കുറേ ദൂരം വനത്തിൽ കൂടെ നമ്മൾ ഓടുന്നുണ്ട്. അപ്പോൾ അഹമ്മദ്നഗറിൽ നമ്മൾ ലോഡ് കയറ്റിയിട്ട് കർമ്മല, ടെമ്പർണി, പണ്ടർപൂര്, ബീജാപ്പൂര്, ഹുബ്ലി, അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചു വന്നത്. ഹുബ്ലി വരുമ്പം പൂനെന്ന് വരുന്ന വഴിയിൽ വന്ന് നമ്മൾ ചേരും. അതേപോലെ ഇപ്പം അങ്കോള ചെല്ലുമ്പം നമ്മൾ NH66 കൂടെ കയറിയിട്ട് പിന്നെ NH66 വഴിയാണ് നാട്ടിൽ വരെ വരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ അങ്കോളയിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന വഴി ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പം മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാപ്പൂര് ഒരു ചുരം ഇറങ്ങി വേണം താഴേക്ക് ചെല്ലാൻ. ഇപ്പം നമ്മൾ ഹൈറ്റിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു ചുരം ഇറങ്ങി താഴെ ചെല്ലുമ്പം പിന്നെ ലെവൽ റോഡ്. നമ്മളെപ്പോൾ ഇവിടുന്ന് വരുമ്പോഴും ഇവിടെയൊക്കെ തണുപ്പാണ്. എല്ലാപ്പൂരും ഒരു തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷേ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ നല്ല ആവിയായി. ടെമ്പറേച്ചർ 16-17 ഉള്ളൂ. ഇന്നലെ 13 അല്ലേ ഉള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ചുരം ഇറക്കി തരണോ? ആകാശം ഉണ്ടായിരുന്ന ഒന്ന് പറയാം, അഭ്യർത്ഥിക്കായിരുന്നു, ഒന്ന് ഇറക്കി തരാമെന്ന് ചോദിക്കായിരുന്നു. ആക്ച്വലി ലോഡായോ ഇന്ന്? അത് ഇല്ലായിരിക്കും അല്ലേ? ലോഡ് കയറ്റാൻ പോയിട്ടുണ്ട്, ഇന്നാകുമായിരിക്കും. ഒരു ചെറിയ ചുരം, വലിയ ചുരം അപ്പുറം ഉണ്ട്. ഇവിടുത്തെ ഈ വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ള, എല്ലാം ഓട് മേഞ്ഞ വീടുകളാണ്. അർബൈൽ ഘാട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. 10 കിലോമീറ്റർ കൂടെ ഉണ്ട്.
ഇപ്പം ഞാൻ പറഞ്ഞ അർബൈൽ ഘാട്ട് നമ്മൾ ഇറങ്ങാൻ പോവാ. ഇവിടെ നിന്ന് തുടങ്ങാം, താഴേക്ക് നല്ല ഇറക്കാം. ഈ റൂട്ടിലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘാട്ടാണ് അർബൈൽ ഘാട്ട്. ലാൻഡ് സ്ലൈഡ് ഏരിയ, ഗോസ്ലോ. എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് പതുക്കെ ഇറങ്ങിപ്പോ കേട്ടോ. അത് കയറ്റം തുടങ്ങിയപ്പോഴേ ഇട്ട്, ഇറക്കം തുടങ്ങിയപ്പോഴേ ഇട്ട്. ഞാൻ കുറച്ച് കയറ്റം തുടങ്ങിയപ്പോഴേ എഞ്ചിൻ ബ്രേക്ക് ഇട്ടത്. എഞ്ചിൻ ബ്രേക്ക് ഇട്ടാൽ ഇറക്കം ഇറങ്ങുന്നെങ്കിൽ ബ്രേക്ക് നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഭാരത് ബെൻസിന് ഇത് NH63 നമ്മൾ നീ ചെന്ന് NH66 കയറും. ഇവിടെ എല്ലാം വഴി കുറേ ദൂരം പോയി കിടക്കാണല്ലോ. ഇത് മിക്കവാറും ഇങ്ങനെ വഴി ഇവിടെ ഇപ്പം മോശമാണ്. അതുപോലെ ഈ സ്ഥലമൊക്കെ ഒത്തിരി വണ്ടികൾ ഇവിടുന്ന് താഴോട്ട് പോയിട്ടുള്ളതാണ്. ഇതുണ്ട് ഈ സൈഡിൽ കോൺക്രീറ്റ് വന്ന് ഉറഞ്ഞേക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഈ വാൾ പണിത് എനിക്ക് കയറി വരുന്നേ. ഇതും ഇങ്ങനെ ഇവിടെയുള്ള കാല് വരുന്ന വണ്ടിക്കാർ ഇതുപോലെ കയറി വരും. ഇറക്കം ഇറങ്ങി വരുന്ന വണ്ടി ചവിട്ടി നിന്നില്ലെങ്കിൽ അപ്പോൾ ഒന്നാം സവാളലോടാണ്. അത് പൂനെന്ന് കയറ്റിയേക്കുന്ന വണ്ടിയാണ്, 6 വീൽ വണ്ടി. പൂനെന്ന് കൂടുതലും ഇപ്പം 6 വീൽ വണ്ടിക്കാണ് ലോഡാവുന്നത്. പതുക്കെ ഇറങ്ങി പോകുന്ന വണ്ടിയുടെ പുറകെ നിന്നാലും നമ്മൾ ചവിട്ടി വീല് ചൂടാവും. ഇവിടെ എല്ലാം ടാറിങ് എല്ലാം പോയി കിടക്കുക. ഇതുണ്ട് എന്നാ പൊടിയാന്ന്. ഇവിടെ പണ്ടത്തെ മഴയത്ത് ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വീതിയായത്. അത് കഴിഞ്ഞ് പണിതാ 2018. അല്ലെങ്കിൽ ഇത്രയും വീതിയൊന്നും ഇല്ലായിരുന്നു. ഇതെന്തോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക വണ്ടി. അതെ, ഇവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ റേഞ്ചും ഇല്ല. മൊബൈലൊന്നും വിളിച്ചാലും കിട്ടില്ല, റേഞ്ചും ഇല്ല, പിന്നെ ഒരു കടയില്ല, ഒന്നുമില്ല. വനമല്ലേ. ഗ്യാസ് ടാങ്കറുകളാ ഇതൊക്കെ. ഓട്ടോയ്ക്ക് തന്നെ തന്നെ പാടാ. എന്നറിയോ, ഇത് പതുക്കെ പോവുള്ളൂ. പിന്നെ മുകളിൽ നിന്ന് പോലെ വണ്ടി ഇറങ്ങി വന്നോണ്ടിരിക്കല്ലേ. ഇവിടെ ഞങ്ങൾ ഇന്നാള് വന്നപ്പോഴേ ഇവിടെ ഒരു വണ്ടി, നമ്മുടെ വണ്ടി ഈ ഇടസൈ ഉടലോട്ട് ചാടി ഇറങ്ങിപ്പോയി. എന്നാ പറ്റിയെന്ന് വെച്ചാല് ഇപ്പൊ ഗ്യാസ് വണ്ടി കണ്ടില്ലേ, അതുപോലെ 2 വണ്ടി വന്നു. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരികയായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വളവ് തിരിഞ്ഞിങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് കാണുന്നത്. ചവിട്ടിട്ട് നിന്നില്ല, പിന്നെ ഇടിക്കാതിരിക്കാനായിട്ട് ഇടത്തോട്ട് വിട്ട് ഓടാ ചെന്ന് ചാടി. അത് ശരി. ഇപ്പൊ നമ്മള് അർബൈൽ ഘാട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഘാട്ട് സമാപ്ത് ഹോഗ. ശരിക്കും ഈ ഘാട്ടിന്റെ പേര് അർബൈൽ ഘാട്ട് എന്നാ. പക്ഷെ എല്ലാരും എല്ലാപ്പൂര് കയറ്റം എന്ന് പറയും. അർബൈൽ ഈ സ്ഥലപ്പേരാ. ഈ സ്ഥലപ്പേര് അർബൈലിനാ. അതുകൊണ്ടാണ് ഇത് അർബൈൽ ഘാട്ട് എന്നറിയപ്പെടുന്നത്. ഇവിടെ എല്ലാം വനം തന്നെയാണ്. നമ്മൾ അങ്കോളയിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കിലോമീറ്റർ വനത്തിനകത്തൂടെ തന്നെ ഓടുന്നുണ്ട്. പക്ഷെ വനത്തിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ഘാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ ചെറിയ നദികളും തോടുകളൊക്കെ ഉണ്ട്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് കിടന്നിട്ട് 7 മണിക്ക് എഴുന്നേറ്റു. എൻ്റെ ഉറക്കം അങ്ങ് ശരിയായില്ല. ഞാൻ 11 മണിക്ക് കിടന്നിട്ട് 3 മണിക്ക് എഴുന്നേറ്റു. എന്റെ ഉറക്കം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. കുറച്ചുകൂടെ ഉറങ്ങിയാക്കൊള്ളാന്നുണ്ടായിരുന്നല്ലേ. ഈ സ്ഥലപ്പേര് ഗുല്ലാപ്പൂർ എന്നാ പറയുന്നത്. ഈ വണ്ടികളൊക്കെ ഇത് നമ്മുടെ ഘാട്ടൊക്കെ ഇറങ്ങി വന്ന്, അർബൈൽ ഘാട്ട് ഇറങ്ങി വന്ന് എല്ലാവരും ഇവിടെ ചായ കുടിക്കാനൊക്കെ നിർത്തിയേക്കുക. അപ്പം വെയിലൊക്കെ ഒന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടാണ് നമ്മുടെ കേരള വണ്ടിക്കാരെല്ലാം നിർത്തി കുളിക്കാനൊക്കെ പോകുന്നത്. കേരള വണ്ടിക്കാരെന്ന് തന്നെയല്ല, ഒരുവിധം വണ്ടിക്കാരെല്ലാം ഇവിടെ നിർത്തും. അവിടെ കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു മലയാളി കടയുണ്ട്, വിജയൻ ചേട്ടൻ്റെ കട അല്ലേ. പല്ലൊക്കെ തേക്കുന്ന ഓരോരുത്തർ. നമ്മളെയൊക്കെ പല്ലൊക്കെ തേച്ച് വന്നാൽ എന്നാൽ നമുക്കങ്ങ് പോയേക്കാം. ഇതുണ്ട്, ഈ പാലത്തിനടിയിലാണ് ഇറങ്ങി കുളിക്കുന്നത്. ഇത് നല്ല വെള്ളമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും കുളിക്കാം അല്ലേ. ഈ 2 പാലത്തിന്റെ ഇടയിലേ പണ്ട് ഒരു ആസിഡ് വണ്ടി ലോറി മറിഞ്ഞ ഒറ്റ മനുഷ്യൻ അങ്ങോട്ട് അടുക്കുകയല്ലായിരുന്നു. ആസിഡ് അല്ലേ, ലീക്കായി. ഡ്രൈവറൊക്കെ ഒന്നും പറ്റിയില്ല, ഡ്രൈവർ രക്ഷപ്പെട്ടായിരുന്നു. അതെ, ഈ വനത്തിൽ വെച്ച് ഞാൻ കരിമ്പുലിയെ റോഡിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പണ്ട്. ഞാൻ പക്ഷെ ഇത്രയും കാലം വന്നിട്ട് ഒന്നും ഞാൻ കണ്ടില്ല. ഈ കുരങ്ങനെയല്ല ഒന്നും കണ്ടില്ല. കരിമ്പുലി ഞാൻ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ, അല്ലാതെ വേറെ കണ്ടിട്ടുമില്ല. വേറെ ഒന്നിനെ അങ്ങനെ കണ്ടിട്ടുമില്ല. കരടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതെ, ഒരു ഈ റോഡ് ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്യുന്ന കണ്ട്. അത് പതുക്കെ കൂളായിട്ട് ഞങ്ങളടുത്ത് ആദ്യം ഓർത്ത് പട്ടിയാന്ന് ഓർന്നത്, പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് പുലിയാന്ന് മനസ്സിലായത്. രാമൻകുളി ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കുളിച്ചിട്ട് വന്ന് മിക്കാറും അന്നൊക്കെ ഇവിടെ വന്ന് ചായ കുടിക്കുന്നത്. ഇതുണ്ടോ, പുലിയും കരടിയും മാനും എല്ലാവരും ഉണ്ട് ഇവിടെ. ആന മാത്രം ഇല്ലെന്ന് തോന്നുന്നു. ആന കാണുന്നില്ല, ആനയില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ടേ നമ്മുടെ കേരളം പോലെ തന്നെയാണ്. വജ്രള്ളി ഈ തൊട്ടുപുറയിലേ അവിടെ ഒരു പുളിക്കട ഉണ്ടായിരുന്നു. ഇതുപോലെ
അപ്പോൾ അവിടെ ഒരു പ്രശ്നം പണ്ടുണ്ടായതാ. വനത്തിൽ കൂടെ കുറച്ച് നടന്നങ്ങ് പോകണം. ആ, അപ്പോൾ അവിടെ നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ ഒരു കേരള വണ്ടിയാണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിലെ ഒരു ഡ്രൈവർ ഒരു ആ കഥയെന്ന് പറഞ്ഞേ. അതെ, അത് ചേട്ടായി പറഞ്ഞാലേ ശരിയാവുള്ളൂ. ചേട്ടായിക്ക് ആകുമ്പോൾ എല്ലാം ഓർത്തെടുത്ത് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ ചിലപ്പോൾ കുറച്ചൊക്കെ വിട്ടുപോകും. അവിടെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി, അപ്പോൾ അതിൽ ഉണ്ടാക്കിയക്കാരന് പുഞ്ചവാലുകാരനൊരു ഡ്രൈവറായിരുന്നു. പുള്ളി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. ഞങ്ങൾ ബോംബെ വെച്ച് കണ്ടു, ആശിയിലൊക്കെ വെച്ച്. അപ്പം പുള്ളി ഇച്ചിരി തണ്ടായിരുന്നു. എല്ലാവരോടും ഇടപെടുമ്പോൾ ഒക്കെ ഇച്ചിരി ഒരു മുഷ്കിൽ ഇടപെട്ടുകൊണ്ട്. അപ്പം ഇങ്ങനെ കഴിഞ്ഞ് വണ്ടിയിലോട് കയറി പോന്നു. കഴിഞ്ഞ് ഇവർ മുന്നേ പോന്നു, ഞങ്ങൾ അപ്പുറം നിർത്തി കുളിച്ചു വിജയഞ്ചേട്ടനൊക്കെ അവിടെ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ആ പമ്പിൻ്റെ അവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ഈ വണ്ടിയും കിടപ്പുണ്ട്, ആൾ കൂടി നിൽക്കുന്നു. അപ്പോൾ എന്നാന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിർത്തി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കുളിക്കാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ആ വനത്തിൽ കൂടെ കുറച്ച് നടന്ന് മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ അവിടെ ഈ തടി വെട്ടിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു, കള്ളത്തടി. അപ്പോൾ അവർ വന്നിച്ച് പറഞ്ഞു, ഇല്ല മുകളിലോട്ട് കയറി പോകണ്ട, അത് സ്ത്രീകളുടെ കടവാണ്, നിങ്ങൾ താഴെ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു പയ്യനാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ പയ്യനുമായിട്ട് എന്തോ വാക്കുകൾക്കുണ്ടായി, അവൻ്റെ ഒരു അടി കൊടുത്തു പുള്ളി. എന്നിട്ട് കുളിച്ചിട്ട് പതുക്കെ ഇങ്ങ് വന്നപ്പോൾ പിന്നെ നിലത്ത് നിർത്തിയില്ല. ഇവിടെ അവൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല നാടൻ നല്ല നാട്ടുകാർ കൂടി നിന്ന് തല്ലുമ്പോൾ കരാട്ട ബ്ലാക്ക് ബെൽറ്റാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അവിടുന്ന് ഒട്ടത്തിട്ട് അടി കൊടുത്ത് ഓടി അവിടെ ഒരു മലയാളി കട ഉണ്ടായിരുന്നു. കട വന്ന് കയറിയപ്പം കടക്കാരനോട് വന്ന നാട്ടുകാർ പറഞ്ഞു, അവനെ ഇറക്കി വിട്ടോ മര്യാദയ്ക്ക്, ഇല്ല നീ ഇവിടെ നിൽക്കുകയല്ലെന്ന് പറഞ്ഞു. ആ പുള്ളിക്ക് എന്നെ ചെയ്യാൻ പറ്റും? എന്നിട്ട് അവിടുന്ന് പിടിച്ചിറക്കി ഓടിച്ചിട്ട് നല്ല പോലെ അടി കൊടുത്തു. എന്നിട്ട് ഇത് അടിയെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോരാൻ, വണ്ടി എടുക്കാൻ ഈ ആളെ കൊണ്ട്, ഈ ഡ്രൈവറെ കൊണ്ട് വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല. ഈ വേറൊരാളും കൂടെ ഉണ്ട്. പക്ഷെ ആ പുള്ളിക്കിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊന്നും ലാസ്റ്റ് എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു ഡ്രൈവറാണ് ആ വണ്ടി എടുത്ത് അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറ്റിക്കൊണ്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഈ ഞാനിത് പറയാനൊരു അവിടെ എപ്പോഴും വന്നാലും ഞാൻ ഓർക്കും. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ അവിടെയൊക്കെ ചെന്ന് അവരുമായിട്ട് മസിൽ പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ 99% പേരും കേരളത്തിന് വെളിയിലോട്ട് വരുമ്പോൾ പിന്നെ എല്ലാവരും പൂച്ച കേട്ടോ. ആരും വലിയ ഒന്നുമില്ല, വലിയ പ്രശ്നത്തിനൊന്നും പോകത്തില്ല. നാട്ടിൽ കിടന്ന് എന്നാ വിളിച്ചെന്ന് പറഞ്ഞാൽ. അതേപോലെ ഇന്നാളെ ഇവിടെ കാര്യം, വണ്ടിക്കാർ രാത്രി കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു 2 വണ്ടി അല്ലേ, ഒരു വണ്ടി ഇവിടെ രാത്രി വന്ന് അവർ ഉറക്കം വന്നിട്ട് ഒതുക്കിയിട്ട് കിടന്നുറങ്ങിയതാണ്. രാവിലെ നോക്കുമ്പം 2 ഡീസൽ ടാങ്ക്, 2 ടാങ്കിലെ ഡീസലും ഇല്ല, ബ്രേക്ക് ലൈറ്റ് വരെ അഴിച്ചുകൊണ്ട് പോയി. ബാഗിലെ ഭാരത് ബെൻസിൻ്റെ ബാഗിലെ ബ്രേക്ക് ലൈറ്റിന് 3000-3500 രൂപ വിലയുണ്ട്. അപ്പം ബ്രേക്ക് ലൈറ്റും കൊണ്ടുപോയി, ഈ 2 ടാങ്കും പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ഡീസൽ ഊറ്റിക്കൊണ്ട്. ഒരെണ്ണത്തിനകത്തേ പോയുള്ളൂ ഡീസൽ ഫുള്ള് പോയി, 2 ടാങ്കിലും പോയി, 2ലും പോയി. അതാ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് വല്ല പമ്പിലോ അല്ലെ ഒരു ദാവയുടെ പാർക്കിങ്ങിലൊക്കെ കിടന്നുറങ്ങുന്നെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് വെളിയിൽ നിന്നുള്ള കള്ളന്മാർ വന്ന് ഇതുപോലെ പണി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പിന്നെ കേരളത്തില് പിടിച്ച കണ്ടോ? അതായത് രാജസ്ഥാൻ വണ്ടി അല്ലേ, അതേല് ഡീസൽ ഊറ്റാനുള്ള എല്ലാ സെറ്റപ്പുമായിട്ട് ആ വണ്ടിയും കൊണ്ട് ആൾക്കാർ നടക്കുക. അതെ അതാണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ലോറിയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും നമ്മുടെ ചുറ്റും കള്ളന്മാരും ഒക്കെ ആണെന്ന് നമ്മൾ കണക്ക് കൂട്ടിയേ പോകാറുള്ളൂ. നമ്മുടെ തലയ്ക്ക് ചുറ്റും കണ്ണു വേണം. അതെ, ഡ്രൈവർമാരുടെ എത്ര പേരുടെ മൊബൈല് പോകുന്നതെന്ന് അതൊരു കയ്യും കണക്കും ഇല്ല. കഴിഞ്ഞ ദിവസം 2 പേരുടെ പോയി വാശി കിടന്ന്. അതെ, ഒരു വണ്ടിയായിരുന്നു, ഒരു വണ്ടിയല്ല 2 പേരുടെ. 2 പേരുടെയും പോയി. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധക്കുറവുണ്ടാവും. ശ്രദ്ധക്കുറവ് അതിനെന്നറിയോ? ഒന്ന് ഗ്ലാസ് താത്ത് വെച്ചിട്ട് ചുമ്മാ ഇതേ ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ട് കിടക്കും, ഉറങ്ങിപ്പോവും. അങ്ങനല്ല, ഗ്ലാസ് താത്ത് വെച്ചിട്ട് ഫോണാ നോക്കിക്കൊണ്ടിരിക്കും, ഉറക്കം വരും, അത് ആ സൈഡിലോട്ട് വെച്ച് കിടക്കും. അപ്പൊ ഇത് വെളിയിൽ നിൽക്കുന്നവൻ ഇത് കണ്ടോണ്ടായിരിക്കും. വെളിയിൽ നിൽക്കുന്ന ആൾക്കാര് ഈ വണ്ടി ലോറിക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ക്ഷേത്രമാണ്. ഇവിടെ എല്ലാം കണ്ടവാനും പോയി കിടക്കാ പോയി കേട്ടോ. നീ NH66 എന്നാലേ ഒരു സമാധാനമാവുള്ളൂ. അതെ. അപ്പോൾ നമ്മളിത് വന്ന് NH66 കയറാറായി. ഈ മുകളിൽ കൂടെ പോകുന്ന കൊങ്കൺ റെയിൽവേയാണ്. NH66 വന്ന് കയറുകയാണ്. ഇത് നമ്മൾ അവിടുന്ന് നേരെ അങ്ങോട്ട് പോയ റൈറ്റിലേക്ക് പോയ ഗോവ, ലെഫ്റ്റിലേക്ക് പോയ മംഗലാപുരം.
അപ്പം ഇനി NH66 66 കൊണ്ട്. അതെ, ഇന്ന് നാട്ടിൽ വരെ NH66 തന്നെയാണ്. അതെ. ഇവിടെ എവിടെയെങ്കിലും വല്ലതും കഴിക്കണ്ടേ? കഴിക്കാൻ നിർത്തണം. കഴിച്ചേക്കാം വിശക്കുന്നുണ്ട്. ഈ കിടക്കുന്ന വണ്ടി കണ്ടോ, ഇത് BDLA. ഇത് മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളാണ്. അങ്കോള ടൗണിലേക്ക് പോകുന്ന വഴി, അത് ആ ബസ് പോകുന്ന വഴി. കന്യാകുമാരി 950 കിലോമീറ്റർ. രാവിലെ കാപ്പി പിടിച്ചേക്കാം. അപ്പോൾ ഞാൻ 2 ബൺസ് കഴിച്ചു, രാജേഷ് 2 ബൺസും മട്ടൻ കറി. അടിപൊളിയാ. ആണോ? എങ്ങനെയുണ്ട്? ബൺസിന് ചെറിയൊരു മധുരം ഇല്ലേ? ഓ ഇല്ല, ഈ ബൺസിന് മധുരം കുറവാണ്. ആ, ഞാൻ പറഞ്ഞല്ലേ മട്ടൻ കൂട്ടി ഇവിടുന്ന് അടിച്ചാൽ പോരായിരുന്നു. ഞാൻ ഇന്നലെ 2 നേരം മട്ടൻ കഴിച്ചിട്ട് ഇച്ചിരി കൊളസ്ട്രോൾ വെറുതെ കൂട്ടണ്ടല്ലോ എന്ന് ഓർത്താ. എനിക്ക് ആ ബൺസ് അങ്ങനെ ചുമ്മാ തിന്നുന്ന ഇഷ്ടം. പിന്നെ അത് തന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിന് വേറൊരു ടേസ്റ്റാണ്. നിർത്തിയോ? കഴിഞ്ഞു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. കണ്ണൂർ വേണ്ടി ഞാൻ തോന്നുന്നില്ല. അതെ, ഒരു കാര്യം ചെയ്യാം. ഏക്കാലും ഇപ്പം വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ചുമ്മാ ഇരിക്കല്ലേ, വെയിലല്ലേ. കുറച്ചേരം വണ്ടി ഓടിച്ചോ, ഞാനൊന്ന് കിടക്കാം. അല്ല, ഞാൻ മാത്രമേ ഞാൻ ഓടിക്കുന്നുള്ളതാണല്ലോ പറഞ്ഞു. വീഡിയോ എടുക്കണ്ടല്ലോ ഇപ്പൊ. അത് ബുദ്ധിമുട്ടാകുകയല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വെയിലായോണ്ടേ കിടന്നാൽ ചൂടായിരിക്കും. അല്ല, AC ഉണ്ട്, കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ലേ, ഇത് ഞങ്ങള് ഫാൻ വെച്ചിട്ടുണ്ടോ? ഫാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തോളാം. AC ഒക്കെ എന്നായത്? AC പോയട്ടെ, വണ്ടിയെ പൊക്കൊണ്ടിരുന്നപ്പോ ഒരു ഫാൻ പോലും ഇല്ലായിരുന്നു. അതെ, പിന്നിപ്പോ എന്നാ ചൂടാണേലും അവിടെ കിടന്ന് ഉറങ്ങും. അതെ, അതിന്റെ കാര്യം വൈപ്പർ പോലും ഇല്ലായിരുന്നു. അതെ, വൈപ്പർ പോലും ഇല്ലായിരുന്നു. അതെ, കാര്യം ചെയ്യാം, എവിടെയെങ്കിലും ഒതുക്കി ഞാൻ ഓടിക്കാം. ഇവിടെയൊക്കെ കുറച്ച് 4 ലൈൻ്റെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ. ഇതുപോലെ തൂക്ക് മണ്ണെടുത്ത് അവിടെ ആ മണ്ണ് ഇടിഞ്ഞു പോന്നേന്ന് മഴയത്ത് അർജുനൊക്കെ വെള്ളത്തിൽ പോയില്ലേ, മണ്ണിടിച്ചു വന്ന പോയില്ലേ. ഇതുപോലെ റോഡ് പണിയുടെ ഒരു അശാസ്ത്രീയമായ റോഡ് പണി കാരണമാണ്. അങ്ങനെ മണ്ണെടുക്കുന്നിടത്ത് ഇവര് ഒന്നും കെട്ടുവോ അല്ലെ കോൺക്രീറ്റ് ചെയ്യണ്ട. അത് തന്നെ, ഇത് തൂക്കെടുത്തിട്ടേ ഇവിടുത്തെ മണ്ണ് ഒരു ഉറപ്പില്ലാത്ത, ഇതിനകത്ത് ഈ ചരല് പോലുള്ള മണ്ണാ. എന്നിട്ട് അപ്പം വെള്ളം അതിനകത്തോട്ട് ഇറങ്ങിച്ച് എല്ലാം കൂടി ഇടിഞ്ഞു പോകുന്നു. ഇവിടെ ആണ് മണ്ണിടിച്ചിലുണ്ടായത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞ, എന്നാലും ഇതിലേ വരുമ്പോൾ ഇതൊന്നും പറയാതെ പോകാൻ പറ്റില്ല. കണ്ടോ, അവിടുന്ന് വന്ന മണ്ണാ. അതെ, അവിടെ തുരുത്തായിട്ട് കിടക്കുന്നുണ്ടോ നദിയുടെ. അതെ, നോക്കി, ഗംഗാവലിപ്പുഴയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്ന മണ്ണേ. അപ്പം ആ ഒരു ചായ പോലും ഇല്ലാതെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇതുണ്ടോ, ഇതുപോലത്തെ കടകളുണ്ടായിരുന്നു. അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലെ 5 പേരാണ് മരണപ്പെട്ടത്. ഉണ്ടോ, ഇതേപോലെ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് വണ്ടിക്കാരിതേ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, കുളിക്കാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടിരുന്നതാണ്. പിന്നെ രാത്രിയിൽ വണ്ടിക്കാർ ഇവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് അർജുനും ഇവിടെ വണ്ടി നിർത്തിയത്. അങ്ങനെയാണ് രാവിലെ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഭയങ്കര മഴയൊക്കെ ആയിരുന്നല്ലോ ആ സമയത്ത്. ഇതെല്ലാം ഐസ് കമ്പനിയാണ് കേട്ടോ, ഈ മീനിനുള്ള ഐസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതുപോലെ ഇതെല്ലാം മണ്ണെടുത്ത് മാറ്റി വയ്ക്കുന്ന റോഡിന് വേണ്ടിയിട്ട്. കണ്ടോ, ഈ സൈഡിലൊക്കെ എന്നാ ഹൈറ്റിലാണ് മണ്ണെടുത്ത് മാറ്റി വയ്ക്കുന്നത്. അതേപോലെ തൂക്കായിട്ട് എടുത്തേക്കുക. ഗംഗാവലി റിവർ, ഗംഗാവലിപ്പുഴയാണിത്. നല്ല വലിയൊരു പുഴയാണ്. അങ്ങോട്ട് ചെന്നത് അറബിക്കടൽ ചേരിയായിരുന്നത്. അതെ, ആ അങ്ങ് കാണുന്ന സ്ഥലമാണ് കേട്ടോ ഗോകർണം. ഇല്ലേ, കുറച്ച് ദൂരമുണ്ട്. അങ്ങ് കാണുന്ന ഈ വെള്ളം കാണുന്നതല്ല, അന്ന് കുറച്ച് ദൂരം, ഒരു 10 കിലോമീറ്റർ പോകണം. അത് പോയല്ലേ നമ്മള് റൈറ്റിലേക്ക് ഗോകർണ 10 കിലോമീറ്റർ. ഇപ്പം ഗോകർണം പോകണമെങ്കിൽ നമുക്ക് ഈ NH66 നിന്നും ഒരു 10 കിലോമീറ്റർ വലത്തേക്ക് പോയാൽ മതി. ഈ ആ കാറ് പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ബീച്ചിൻ്റെ തീരത്ത് തന്നെ, കടലിൻ്റെ തീരത്ത് തന്നെ. അപ്പോഴേ നിർത്തുന്നില്ലേ? ആ, ഇപ്പം കണ്ട ഇവരെ ഇപ്പം നമ്മൾ കണ്ട വേണ്ടേ, ഞങ്ങളിപ്പം കാപ്പി പിടിച്ചിട്ട് എടുത്തോളൂ. അല്ല, ഞങ്ങൾക്ക് സമയമുണ്ട്, നാളെ എപ്പോഴേലും ചെന്നാൽ മതി. ഇല്ലില്ല, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. എവിടെ ഏട്ടാ സ്ഥലം? കൊട്ടിയൂര്. ആ, ഞാൻ പറയുന്നത് കണ്ണൂര്. ആ, ശരി. സീരിയലൊന്നും ആ, ശരി. ആ, എവിടെ പോയിച്ചിട്ട്? അഹമ്മദാബാദിൽ നിന്ന്. എങ്ങോട്ടാ? കോഴിക്കോട്. ആ ആ, അല്ലല്ല, ഇത് ഉള്ളിയാ. ആ, ഞങ്ങൾ കൊപ്പോളിയിൽ ഇറക്കിയിട്ട് പോയാ. ആ, കൊപ്പൊളി. അവരുടെ ഇന്ന് ലോഡാകുന്നേ ഉള്ളൂ. ആ, അപ്പം എന്നാൽ ശരി, ഞങ്ങൾ കാപ്പി പിടിച്ചു. ഓക്കെ ഓക്കെ, പോട്ടെ. അപ്പോൾ അതെ, അവരുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമ്മളിപ്പം വഴിക്ക് വെച്ച് കണ്ടതാ, കൊട്ടിയൂരുള്ള വണ്ടിയാണ്.
നോക്കിയാൽ ആ സൈഡിൽ കൂടെ വന്ന വണ്ടിയാ, ആ ഡിവൈഡറെ കൂടെ കയറി ഇങ്ങനെ വന്നു. അതെങ്ങനെ ഇത്രയും അല്ലേ? അപ്പൊ എന്നാ സ്പീഡിലായിരിക്കും വന്നേ? നോക്കിയേ, ഡ്രൈവർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല, വണ്ടി മൊത്തം പോയി. ആണ്ട് ആ ചേസ് എല്ലാം ബെൻഡായി പോയി. അതും കാലി വണ്ടി, ഈ ട്രോളി മാത്രമേ ഉള്ളായിരുന്നു അതിൽ. അതിന്റെ ഡ്രൈവറാന്ന് തോന്നുന്നു, തലയില് കെട്ടിയിട്ടുണ്ട്. തലവെല്ലാം ചെറിയ പരിക്കേ ഉള്ളൂ. പിന്നെ അപ്പുറേ ഒരു വണ്ടി കിടപ്പുണ്ട്, അത് അവരുടെ കൂടെ ഉള്ള വണ്ടിയായിരിക്കും, കമ്പനി വണ്ടി വല്ലതായിരിക്കും. ആ, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു 60 കിലോമീറ്റർ പോയ സിർസി അഗനാശിനി റിവർ. എത്ര നദികളാണ് ഈ വഴി നമ്മൾ പോകുമ്പോൾ. ഈ NH-66 കൂടെ മംഗലാപുരത്തേക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ നദികളുണ്ട്. കുന്താപുരം 111 കിലോമീറ്റർ, മുരുടേശ്വർ 48 കിലോമീറ്റർ. ഓവർലോഡാണ് എല്ലാ ടോളിലും ഇത് തന്നെയാണ്. പക്ഷേ ആർട്ടിയോടെ വേബ്രിഡ്ജ് തൂക്കിയിട്ട് വന്നാ. അവിടെ നിന്ന് നോക്കിയപ്പോൾ സൈഡിൽ 3123, അത് നമ്മുടെ വണ്ടിയുടെ മോഡലാണ്. അന്ന് 31 ടൺ ആയിരുന്നു പാസിങ്, അത് കഴിഞ്ഞിട്ട് പാസിങ് കൂട്ടിയല്ലോ, 35 ആക്കിയല്ലോ. അത് ഇപ്പം വരുന്നത് 35 വരുന്നത്. ആ അതെ, അല്ല അത് നോക്കുന്ന എന്തിനാ, അവർക്ക് അവിടെ തൂക്കം അറിയാവുന്ന സാധനം ഉണ്ടല്ലോ, നോക്കിയാ പോരെ. എന്നിട്ട് നമ്മൾ തൂക്കച്ചീട്ട് കാണിച്ചപ്പോൾ അതേ 35. പിന്നെ അവര് പരിവാഹനിൽ നോക്കിയപ്പോ ശരിയാ, കുഴപ്പമില്ല. ആ അയ്യോ, എങ്ങനെ വണ്ടിക്കാരെ പിഴിയാന്ന് നോക്കിയാ. ഞങ്ങൾ ഇന്നലെ ചൂലും കൊണ്ട് പോയില്ലേ, കാശ്മീർ, പഞ്ചാബിനായിരുന്നു കാശ്മീരിനായിരുന്നു. ചൂലും കൊണ്ട് പോയപ്പോ സൈഡിലേക്ക് ശാലം തള്ളി നിൽപ്പുണ്ടേ ഈ സൈഡ്. അപ്പൊ അതുകൊണ്ട് ഈ ഇടുങ്ങിയ ഇതിനകത്തൂടെ പോയാൽ ചിലപ്പോ തട്ടും. ടോളെല്ലാം ലെഫ്റ്റ് സൈഡില് ഇച്ചിരി വീതി ഉണ്ടല്ലോ, വീതിയുള്ള ട്രാക്ക് ഉണ്ടല്ലോ. അപ്പൊ വീതിയുള്ള ട്രാക്കിൽ കൂടെ പോവാ. അവിടെ ചെന്നപ്പോ ഇതുപോലെ എന്തോ ഓവർലോഡ് എന്നല്ല, എന്തോ ഇതാകാതെ നിന്നു, സെൻസ് ചെയ്യാതെ കണ്ട് നിന്നു. ആ ടോളിലിരുന്ന പയ്യമെന്ന് വെച്ച് പറയാ, ഇവിടെ ഡബിൾ ചാർജാണ്. ഏത് ഈ ട്രാക്കില് ഡബിൾ ചാർജാ, അല്ല എക്സ്ട്രാ പൈസ ആവും, പൈസ തരണമെന്ന്. ഞാൻ പറഞ്ഞ പൈസ ഒന്നും തരികയല്ല, എന്തിന്, നിങ്ങളുടെ വീതി കൂടുതലാ, അതുകൊണ്ട് ഇതിന് ചാർജ് കൂടുതലാണ്. എങ്ങനെയുണ്ട് അത്? അന്നേരം നമ്മൾ ഞാൻ അറിയത്തില്ലാത്ത ആണോ ആണെങ്കിൽ എന്നാ അയ്യോ ഡബിൾ ആണോ, എന്നാ ഞാൻ 100-200 തന്നേക്കാന്ന് പറഞ്ഞാൽ മേടിച്ചാൽ പോക്കറ്റിലോട്ട് വെച്ചാൽ മതിയല്ലോ. വലിയ പാടാ ലോറി കൊണ്ട് നടക്കണമെങ്കിൽ. 2 കണ്ണും 2 ചെവിയും ഒന്നും പോരാ, ഈ കൈ ഒന്നും പോരാ, ഇതെല്ലാം ഡബിള് വേണം. ഡബിളും പോരാ, ട്രിപ്പിളും എങ്കിലും വേണം, എന്നാലും വലിയ പാടാ. അപ്പൊ നമ്മളത് ഹൊണ്ണാവർ എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ജോഗ് ഫാളിലേക്ക് പോകുന്നത്. ജോഗ് ഫാൾസ് 60 കിലോമീറ്റർ, ലെഫ്റ്റിലേക്കുള്ള വഴിക്ക് 60 കിലോമീറ്ററാണ് ജോഗ് ഫാൾ. ഇപ്പം വെള്ളം കുറവായിരിക്കും, മഴ പെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും. ബോംബെന്ന് കോട്ടയം വരെ കണ്ണ് കെട്ടിവിട്ടാൽ പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വണ്ടിയെ കിടന്ന് ഞാൻ ഉറങ്ങുമ്പം വെളിയിൽ നോക്കാതെ ഇത് ഏത് സ്ഥലമാണെന്ന് പോലും നമുക്കറിയാമായിരുന്നു. അതാ രസം. ഇതുപോലെ ഹമ്പൊക്കെ ഉള്ളത്, അവിടെയൊക്കെ കയറി ഇറങ്ങുമ്പോൾ അത് ഇന്ന സ്ഥലത്തെയാണെന്ന് കറക്റ്റ് അറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആഴ്ച ഓരോ ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് തന്നെ ഇരിക്കല്ലേ, ഇറങ്ങി നിൽക്കുന്നില്ലല്ലോ. ആഴ്ചയിൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. ശരാവതി നദിയായത്, ശരാവതി ബ്രിഡ്ജും ആയത്. നമ്മളീ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡ് അറബിക്കടലാണ്. അപ്പോൾ ശരാവതി നദി അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് ഇവിടെ. അതുകൊണ്ട് ആ അങ്ങകലെ കാണുന്ന ഹൊണ്ണാവറിലെ ഫിഷ് മാർക്കറ്റാണ്. അത് മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളും ബോട്ടുകളൊക്കെയാണ് സൈഡിൽ അടുപ്പിച്ചേക്കുന്നത്. ഇവിടെ അപ്പുറ സൈഡിലതേ പഴയ പാലം കാണുന്നുണ്ട്. പണ്ടിവിടെ ഫെറി സർവീസ് ആയിരുന്നു, പാലം ആകുന്നതിന് മുമ്പ്. അന്നൊക്കെ ലോറിയും എല്ലാ വണ്ടികളും ഇങ്ങനെ കടത്തിയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഞാൻ പോകുമ്പം പാലമായി കേട്ടോ, പോകുന്ന സമയത്ത്. അതിനൊക്കെ 98-നൊക്കെ മുമ്പിലാണ്, അതിനൊത്തിരി മുമ്പാണ് ഇവിടെ കടത്തുണ്ടായിരുന്നത്. ലോറിയൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് കിടക്കേണ്ടി വരും ഈ ഇതിന് കയറ്റി പോകാൻ വേണ്ടി, നല്ല തിരക്കുമായിരിക്കും. അതൊക്കെ ഒത്തിരി പണ്ടാണ്. ഞാൻ വരുമ്പോൾ ഈ പഴയ പാലത്തെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ പാലമാണ്. കർണാടകയിലെ കാസർഗോഡ്, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കാസർഗോഡാണ്. ഉറങ്ങുന്നോട്ടെ, ശാലനേരം കിടന്നോട്ടെ, ഞാൻ കുറച്ച് ഓടിക്കാം. ശാലനേരം കിടക്കാം, വെയിലത്തോട്ട് നോക്കിയിരുന്നിട്ടേ കണ്ണ് കുളിക്കുന്നു. കേരള ഇത് പൂന അഹമ്മദ്നഗർ, കേരള. നാം क्या സുബ്രഹ്മണ്യ സച്ചിൻ. ഇതേ പുതിയൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. നല്ല കളർ കോമ്പിനേഷൻ ഉണ്ടോ, പല കളറാണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ മുരുടേശ്വർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇവിടുന്ന് റൈറ്റിലേക്കാണ്. ഈ
ആർച്ചിനകത്തൂടെ അകത്തേക്ക് പോയാൽ ഒരു 2 കിലോമീറ്റർ പോയാൽ അവിടെ ആ ക്ഷേത്രം. ബീച്ചിൻ്റെ തീരത്ത്, ബീച്ചിൽ, കടലിൻ്റെ തീരത്ത്, ബീച്ചിൽ. വെങ്കടപ്പൂർ റിവർ. ഇത് ബട്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബട്കൽ ബസ് സ്റ്റാൻഡാണ് KSRTCയുടെ. അപ്പോൾ നമ്മൾ ഷിരൂരൊക്കെ കഴിഞ്ഞ്, ഇവിടെ ഒരു ഷിരൂരുണ്ട്. അപ്പം അവിടെ പണ്ടൊരു സെയിൽ ടാക്സി കോസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ഇവിടെ കുറച്ച് പുറകിൽ. എന്നിട്ട് ഇവിടെ വന്നായിരുന്നത് കുളിക്കുകയും തുണി കഴുകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലിങ്ങനെ നല്ലപോലെ വെള്ളം ഒഴുകി വരുമായിരുന്നു മുകളിൽ നിന്ന്. ഒരു ഇഷ്ടംപോലെ വണ്ടിക്കാരുണ്ട്, നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു മലയാളിച്ചാറിൻ്റെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. പൈപ്പിന് വെള്ളം മുകളിൽ നിന്ന് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിന് ചുവട്ടിൽ നിന്ന് കുളിക്കാം. പിന്നെ മഴ സമയത്ത് അതിൽ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. മെയിൻ ഡ്രൈവർ ഏതൊക്കെയാലും ഉണന്ന് അവിടെ കട്ടണൊക്കെ ഇട്ടു വെയിലടിക്കാതിരിക്കാൻ വേണ്ടി. നല്ലൊരു ഉറക്കം ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അതെ, വിളിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേക്കാൻ തോന്നുന്നില്ലായിരുന്നു. ആ, എത്ര പ്രാവശ്യം വിളിച്ചിട്ടേ. ഭയങ്കര ഹൈ ഗിയർ തന്നെ വണ്ടി കയറി പോയിക്കൊണ്ടിരുന്നത്. സി ഗിയർ കൊടുത്തേക്കായിരുന്നു. സൂര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഉറക്കം ശരിയാകുന്നില്ല. ഊർക്കമ്പലിയുടെ തന്നെയല്ല, കുഞ്ഞിക്കലും പിള്ളേരെല്ലാം പറയും. ആ, അപ്പൊ എങ്ങനെ ഇവര് വെറുതെ അല്ല എങ്ങോട്ടേലും പോയാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിള്ളേർക്ക്. ഉറക്കം നടക്കില്ല, ഈ സൗണ്ട് കേൾക്കാതെ ഉറങ്ങത്തില്ല. അതെ അതെ. ചെറിയൊരു ചുരം ഇറങ്ങി ചെല്ലുക നമ്മൾ താഴേക്ക്. അവിടെ ഒരു കയറ്റം കയറിയായിരുന്നു, എന്നിട്ട് ഇറങ്ങുക. ഇതേ ബയണ്ടൂരാണ്. ഇത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലും ഒരു 10-22 കിലോമീറ്റർ എന്നാൽ നമുക്ക് മൂകാംബികയിലേക്ക് പോവാം. ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് പോകുന്ന എളുപ്പം. നമ്മൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കുന്താപുരം കഴിഞ്ഞ് കുറച്ചൊരു 8 കിലോമീറ്ററോളം വന്നിട്ട് റൈറ്റിലേക്ക് പോകാം. അതെ, മെയിൻ ഡ്രൈവർ ഉറങ്ങിയപ്പോഴേ ഞാൻ ശകലം നാടൻ പഴം, പാളയങ്കോട് അല്ല ഞാലിപ്പൂവൻ പഴം, പിന്നെ ഓറഞ്ച് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഓറഞ്ച് നാഗ്പൂരിൽ നിന്ന് വരുന്നതാണ്, അവിടുത്തെ നാടനാണ്. ഓറഞ്ച് മേടിച്ചത് പൊളിച്ചൊക്കെ വെക്കണം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചായിരുന്നെങ്കിൽ അത് പൊളിച്ചതിനകത്ത് വെച്ചാൽ കഴിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ആണല്ലേ. ഈ വഴിക്കും കൊല്ലൂരിലേക്ക് പോവാം. ഇതുണ്ടോ, നമ്മളിപ്പം കടലിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്നത്. ഇതാണ് ത്രാസി മറവന്ത ബീച്ച്. ബീച്ചിലൊക്കെ ഇറങ്ങി കാറ്റ് കൊള്ളണോ? കാറ്റൊന്നും കൊള്ളണ്ടേ, വീട്ടിൽ പോയേക്കാം. ഭാര്യയും പിള്ളേരെയും കാണാതിരിക്കത്തില്ലല്ലേ. രാമൻകുട്ടി അവിടെ വിളിയോട് വിളി അച്ഛൻ ഇപ്പം മാന്നും പറഞ്ഞ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് ഒരു കാശ്മീർ വിടണമല്ലോ. അതെ, രാമൻകുട്ടിയെ കൊണ്ട് പോയേക്കാം. കൊല്ലൂർ റിവർ. അപ്പോൾ നമ്മൾ ആ കടൽ തീരം കണ്ടില്ലേ, അതിൻ്റെ ഇട സൈഡിൽ കണ്ടതും കൊല്ലൂർ നദിയായിരുന്നു. വലിയ നദിയാണ്. അവിടെ ചെന്ന് അറബിക്കടലിൽ ചേരുകയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കുന്താപുരം കഴിഞ്ഞത് ഇവിടെ നിന്നാണ് കൊല്ലൂർ തിരിയുന്നത്. നമുക്ക് ആ പാർട്ടി ഒന്നുകൂടെ വിളിച്ച് ചോദിച്ചേ എങ്ങനെ തീരുമാനമുണ്ടോ, നിന്ന് വല്ല ഇറക്കുമെന്ന്. ഇത് കുന്താപുരം എത്തി നമ്മൾ. കുന്താപുരം ഫ്ലൈ ഓവറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുവേ സ്ഥലം കടന്നു പോകുന്ന പോലും അറിയില്ല. അല്ലെങ്കിൽ എന്നാ തിരക്കുള്ള സ്ഥലം. അതെ, നൈറ്റ് സർവീസ് ബസ്സുകൾ എത്രയാണെന്ന് നോക്കി. ദുർഗാംബ. പക്ഷെ പണ്ടത്തെ അത്രയും വണ്ടി ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. പണ്ട് എന്ത് വണ്ടി ഉണ്ടായിരുന്നു, ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. എല്ലാം പ്രൈവറ്റ് ബസ്സും നൈറ്റ് സർവീസ് ബസ്സും എല്ലാം ഇതായിരുന്നു. ഡ്രൈവറെ പാർട്ടിയെ വിളിച്ചു. അപ്പം സാധാരണ ഇതെങ്ങനെ വെച്ചാൽ രാത്രി, ഇന്നിപ്പോ രാത്രി ചെന്ന വെളുപ്പിനെ ഇറക്കുന്ന. അപ്പൊ ഇന്ന് രാത്രി ചെല്ലണ്ട, നാളെ രാവിലെ വിളിച്ചിട്ട് നാളെ രാത്രി ചെന്നാൽ മതി. എന്താന്ന് വെച്ചാൽ അവർക്ക് കടയിൽ സാധനം സ്റ്റോക്ക് കാണും, അതാണ്. അപ്പം ഈ ഇതിന്റെ AC ഒരു സാധനം വേണം. ഭാരത് ബെൻസിൽ കയറിയിട്ട് അത് ഒരു അങ്ങോട്ട് പോയപ്പോൾ ആ പാർട്സ് അവർ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നോ, അത് വന്നെങ്കിൽ നമുക്ക് അതൊന്ന് കാണിച്ചിട്ട് പോകാം. ചെയ്തോണ്ട് പോവാം. കച്ചി ലോഡ് കൊണ്ടുപോകുന്നു. ഇതൊക്കെ കൂടുതലും നമ്മൾ പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെയാണ് കാണുന്നത്, രാജസ്ഥാനിലും ഒക്കെ. മെഷീനെ ചുറ്റിയേക്കുന്ന. അതെ. ശ്രീ ചന്ദ്രിക ദുർഗാ പരമേശ്വരി ടെമ്പിൾ, ഉടുപ്പി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ്, ശാസ്താൻ ടോൾ പ്ലാസ. എത്ര 325 രൂപ അല്ലേ? അതെ അതെ, ചെറിയ ടോള്. ചെറിയ ടോള്. എക്സ്പ്രസ്സിലെ ആയിരുന്നു ഇച്ചിരി കട്ടിയായിപ്പോയി. അതെ അതെ. അതായത് പ്രേക്ഷകര് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവൻ പണിയുന്ന മാത്രമല്ല ഇവൻ കാണുന്നുള്ളൂ. അതെ. ഇന്ന് അവിടുന്ന് ചോറിടുന്നതിന് മുമ്പ് ഞാൻ കിടന്നുറങ്ങാന്ന് പറഞ്ഞു. 3 മണിയായപ്പോൾ ഉണ്ണാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിച്ച് ഏക്കാൻ പറഞ്ഞു. കുറേ വിളിച്ചിട്ട് ഏറ്റെ ഉടനെ കണ്ണ് കിടന്ന് നോക്കിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കറിയും ചൂടാക്കി ചോറും എടുത്തോ, ഞാൻ ഏറ്റു വന്നേക്കാന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അന്നേരം ഇത് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പോയി കറിയും ചൂടാക്കി പാത്രം കഴുകി ചോറ് വിളമ്പി വെച്ചു. അന്നേരം പതുക്കെ ഏറ്റു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു.
എന്നിട്ട് പതുക്കെ ഏറ്റവും മാത്രം പണി ചോദിച്ചാ പോരല്ലോ. എന്നിട്ട് അന്ന് ഡീസൻ്റ് ആയിട്ട് അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ച് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, വിളമ്പി തന്നു. ആ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു ഇതൊന്നും വീഡിയോ എടുക്കണ്ടെന്ന്. ഇതൊന്നും വീഡിയോ വരത്തില്ലല്ലോ അല്ലേ. ബ്രഹ്മാവർ പണ്ട് ഓർക്കുന്നുണ്ടോ? ഇവിടെ ഒരു മീനൂട്ട കിട്ടുന്ന കടയുണ്ടായിരുന്നു. ഇവിടെ എല്ലാം വഴി ഭയങ്കര മോശമായിട്ട് കിടക്കായിരുന്നു പണ്ട് എമ്മച്ചപ്പ് കൊണ്ടിരുന്ന കാലത്ത്. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഇടത് സൈഡിലൊരു നാടൻ കടയുണ്ടായിരുന്നു, വണ്ടിക്കാർ കയറുന്നേ. ഹൈവേ വന്നപ്പോ പോയി. നല്ല അടിപൊളി മീൻ വറുത്തതും ചോറും. ചിലപ്പോ കാണുമായിരിക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി എവിടെയെങ്കിലും കാണും, അറിയത്തില്ല. ആ കടയില്ല, പക്ഷെ അവര് പുതിയതായിട്ട് അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഉണ്ടോന്ന് അറിയത്തില്ല. ഇവിടെ വരുമ്പോ എപ്പോഴും ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നതെന്നായി, ഈ ബ്രഹ്മാവർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അളിയന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് പൈസ ഇല്ലല്ലോ. അപ്പൊ ഈ വണ്ടി ഇവിടെ വന്ന് ടൈലും കൊണ്ട് വരിക. ഇവിടെ ആറ്റിയോ പിടിച്ചു, ഫയലെടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഫയലെടുത്തോണ്ട് വന്നപ്പോ ഉണ്ടല്ലോ, ടെസ്റ്റിംഗ് ഡേറ്റും എല്ലാം കഴിഞ്ഞിട്ട് 2 മാസമായി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പുള്ളി ചോദിച്ചു ഇതന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാതെ ഓടുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സാറേ ഒരു നിവൃത്തിയില്ല, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം വഴി കട്ടറാണേ. ഇത് ഓടി വരുന്നതൊക്കെ കണ്ട് വണ്ടിക്കും കണ്ടീഷൻ വളരെ കുറവ്. അന്ന് പുള്ളിയോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, സാധാരണ ഒരു ഉദ്യോഗസ്ഥനും വിടുകയല്ല, പിടിച്ച് സ്റ്റേഷനിൽ ഇടുകയുള്ളൂ, പേപ്പർ ഒതുക്കിയിട്ടാൽ പിന്നെ പോകാൻ പറ്റുള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞു ഇവിടെ വണ്ടി പിടിച്ചിടുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഈ ട്രിപ്പ്, ഈ വണ്ടി അന്ന് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണല്ലോ പൂനെല, അപ്പം ഈ ട്രിപ്പ് ഞങ്ങൾ ഈ ലോഡ് ഇറക്കി തിരിച്ച് ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്തോളാം, വേറെ ഒരു മാർഗ്ഗവും ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞു. പുള്ളി പെർമിറ്റും തിരിച്ചു വന്ന് പൊക്കോളാൻ പറഞ്ഞു. ഉറപ്പായിട്ട് ഈ ട്രിപ്പ് കൊണ്ട് ടെസ്റ്റ് ചെയ്തോണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കേട്ടോ, ഒന്ന് ഓർത്ത് നോക്കിയേ. പുള്ളിക്ക് അത് കണ്ടപ്പോ കാര്യം മനസ്സിലായി, പിടിച്ചിട്ട് അവിടെ കിടക്കത്തുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ മനസ്സുള്ള ആൾക്കാരും ഉണ്ട്. ഒരു ഫൈൻ പോലും അടിച്ചില്ല കേട്ടോ, ഫൈൻ പോലും അടിക്കാതെ പറ്റും. ഇവിടെ ഈ റോഡ് ഫുള്ള് കട്ട് ചെയ്ത് താത്തു. മുകളിൽ കൂടെ ആയിരുന്നു പഴയ വഴി. അവര് കയറ്റം ഒഴിവായി കിട്ടി. അതെ, ചെറിയൊരു കയറ്റമായിരുന്നു. സർവീസ് റോഡിൽ കണ്ടോ എന്നാ തിരക്കാന്ന്. ഇപ്പുറത്തോട്ട് പോകേണ്ട ഒരു അതിലെ അതിലേ വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നത്. അതുകൊണ്ടാണ് അതിനാന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് വരാനുള്ള ഒരു പാലം ഇല്ല, പാലം പണിതിരുന്നെങ്കിലും ഓക്കെ. നമ്മള് ഉടുപ്പിയായി. മാൽപ്പ ഒരു ബീച്ചാണ് കേട്ടോ, ഫേമസ് ബീച്ചാണ്. അവിടെ നിന്ന് ഒത്തിരി മീനൊക്കെ ലോഡ് കയറുന്ന ബീച്ചാണ്. നമുക്ക് ഇവിടെ എങ്ങനെ നിൽക്കായിരുന്ന മാൽപ്പയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോകായിരുന്നു. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരം കാണുന്നത്. അപ്പം അതിലെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഒരു 2 കിലോമീറ്റർ. കൊച്ചി 476, കണ്ണൂർ 203, സുരത്തൽ 42. ഒരു SD ഉണ്ടോ, CH 2228. ഈ SD ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് 2 വീലർ ഓടിക്കുന്ന SD. അതെ, ഞാനും ഓടിച്ചു പഠിക്കുന്ന SD അല്ല, KLU 8831. ചിറ്റപ്പൻ്റെ വണ്ടിയായിരുന്നു. നമ്പറൊക്കെ ഞാൻ മറന്നുപോയി. KLU 8831. അതല്ലേ, നല്ല സുഖ. സ്റ്റാർട്ടാകാതെ എപ്പോഴും കംപ്ലൈന്റാ. അതൊക്കെ ശരിയാ. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ അങ്ങ് പോകും. വിശ്വസിച്ച് അവിടെ കൊണ്ടാകും. പക്ഷെ എവിടെയെങ്കിലും പിന്നെ സ്റ്റാർട്ടാകാതൊക്കെ ഇരിക്കുവായിരുന്നത്. ഇതൊക്കെ വളരെ റെയറായിട്ടേ ഉള്ളൂ ഇപ്പം. ഇച്ചിരി ഡീസൽ അടിച്ചേക്കാം. ഇവിടെ എന്നാ വിലയാ ഇപ്പം? 90-28. അപ്പം 3 രൂപ 75 പൈസ കൂടി. 3.75 4 രൂപ അടുത്ത് കർണാടക ഡീസൽ വില കൂടി. മാഗി ചെല്ലാനുള്ള അടിച്ചാൽ മതി. അതടിച്ചുള്ളൂ, ബാക്കി മാഗിന്ന് അടിക്കാം. ഇതാണ് പടുബിദ്രി. വർക്ക്ഷോപ്പിൽ എല്ലാവരും പോകുന്നതിന് മുമ്പ് ചെല്ലണമായിരുന്നു. ഇപ്പം ചെല്ലുമ്പോഴത്തേനും സമയം പോകുമല്ലോ, ഡ്രൈവർ മോശം. പെട്ടെന്ന് എല്ലാന്നേ. അപ്പറേ പോയി യൂട്ടേൺ എടുത്തോണ്ട് വരണം, എന്നാലേ കേരളത്തുള്ളൂ വണ്ടി. ഇതിലെ കട്ടിങ് ഇല്ല. എടുത്തേക്കാം. യൂട്ടേൺ എടുക്കണേ കുറച്ച് ദൂരം ഇങ്ങ് പോരണം. 2 കിലോമീറ്റർ കാണും അല്ലേ? 2 കിലോമീറ്റർ മുകളിലുണ്ട്. ലിഫ്റ്റ് പൊക്കി വെച്ചാല് ഫാമിലി മെമ്പേഴ്സ് ആണല്ലോ, കേരള വണ്ടിയാ.
പിള്ളേരാ. ആ വരുന്ന വഴിയാ, ഞങ്ങൾ വരുന്ന വഴിയാ. ആ അല്ല അത് ഇവിടെ വർക്ക്ഷോപ്പിലൊന്ന് കയറാൻ വേണ്ടിയിട്ട്. ആ ആ ആ അങ്ങോട്ട് പോയിട്ട് വന്നോ? അല്ല കൊല്ലൂർ പോവാ, മൂവാമ്പി പോവാ. ആ ശരി. എവിടെ നാടെടാ? വെള്ളരിക്കുന്ന. ആ അതെ ആ അതെ. അവരുടെ വരുന്നുള്ളൂ, വണ്ടി ലോഡറിക്കില്ല. ഒരു കാര്യം അത് അപ്പുറം നിർത്താണ്, ഇവിടെ വഴിയല്ല ആയതുകൊണ്ടേ. പുറകെ വരികയാണെങ്കിൽ ഞങ്ങൾ ആ വർക്ക്ഷോപ്പിൽ കയറും, അവിടോട്ട് വരും. ചേട്ടാ പേരെന്നാ? മധു. മോൻ്റെ പേര്? ശിവനന്ദ്. ആ ഇത് ഒരാളുണ്ടല്ലോ, മോളില്ലായിരുന്നു? മോള് ആ വണ്ടി വരുന്ന. ആ ശരി ശരി. പിന്നെ എന്നാണ്ട് ക്ഷേത്രത്തിൽ പോവാ? ആ ആ ആ അത് ശരി. ആ ആ അങ്ങ് പോവാ. ഓ ശരി ശരി. വണ്ടി കയറുന്നോ? കയറുന്ന വേണേ ചുമ്മാ കയറി. അത് ശരി. ആ ഈ ട്രിപ്പ് വന്നില്ല. ആ പറഞ്ഞേക്കാം. ഇരുന്നോടെ ഇരുന്നോ. ഡോർ അടച്ചോ? അപ്പുറത്തോട്ട് വണ്ടി മാറ്റിയിടാൻ വേണ്ടിയാ. ഇരുന്നോ, ഡോർ എങ്ങനെ അടച്ചു? ആ ഞങ്ങളടുത്ത് പണിക്കാരൊക്കെ പോയായിരുന്നു, പക്ഷേ പണിക്കാരുണ്ട്. അപ്പം വണ്ടി ഇപ്പം തന്നെ നോക്കുക. ആ AC-യുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. പിന്നെ ചെറിയ സ്പിൻഡിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം ചില്ലറ പരിപാടികൾ ഇപ്പം സമയമുള്ളപ്പോൾ ചെയ്തുകൊണ്ട് പോവാണല്ലേ, പിന്നെ അതിന് വേണ്ടി നമ്മൾ നിൽക്കണ്ടല്ലോ. കയറ് ലൂസായിട്ട് പോലും ഇല്ല. ആരാ വലിച്ച മോള് നിന്ന്? അതെ ഞാനല്ലായിരുന്നു. മോള് നിന്ന് ഞാനല്ലേ വലിച്ചത്. എപ്പം? പുള്ളി കയറ്റിക്കൊണ്ടിരുന്നപ്പോ ഓരോ അട്ടിക്കും കയറിട്ടപ്പം. അപ്പൊ രണ്ടാമത് കെട്ടിയപ്പോ രണ്ടാമത് കെട്ടിയതിനകത്ത് കഥയില്ലല്ലോ, ആദ്യം കെട്ടിയാലല്ലേ കഥയുള്ളൂ. ആദ്യം നല്ലപോലെ മോള് നിന്നല്ലേ, ആദ്യം നല്ലപോലെ വലിച്ചിരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ലൂസ് ആകാത്തത്. ലൂസായിട്ടില്ലല്ലോ, എന്തായാലും ലൂസായില്ലേ, കുഴപ്പമില്ല. പണിയൊക്കെ കഴിഞ്ഞു, ബ്രേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ചെക്ക് ചെയ്തു. ഇപ്പം ഒരു കാര്യം, ഇവിടെ ഗേറ്റ് പാസ് ഒക്കെ മേടിച്ചിട്ടോ, ഞാൻ വണ്ടി ഇറക്കി താഴത്ത് നിൽക്കാം. നമ്മുടെ ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ വണ്ടി അവരും പോയി, അവർ ബോംബെക്ക് പോകുന്ന വണ്ടിയാണ്. മെയിൻ ഡ്രൈവർ തന്നെ പോയി ഗേറ്റ് പാസ് ഒക്കെ മേടിച്ചോണ്ട് വന്നു. ഗേറ്റ് പാസ് കൊടുത്താൽ നമുക്ക് ഇറങ്ങിപ്പോ. അവര് ചോദിച്ചു എന്തിനാ അവരോട് ഇതിലെ വരാൻ പറഞ്ഞതെന്ന്. അല്ലാതെ അവർ രണ്ടുപേരും ഇറങ്ങി നിൽക്കായിരുന്നു, പുതിയതായിട്ട് വന്ന. ഞാനും അവിടെ ഇല്ലായിരുന്നല്ലോ, അന്നേരം കയറി വന്നതാ. എല്ലാം ഫോണിൽ വിളിച്ച് സംസാരിച്ചാ കയറി വന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലെ ഒന്ന് പോരാൻ പറഞ്ഞത്, വരുമ്പോ ഒന്ന് കണ്ട് സംസാരിച്ച് പോകാമല്ലോ. കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകാമല്ലോ. കാരണം ഒത്തിരി അല്ല, രണ്ടുപേരും വണ്ടി പൊക്കോണ്ടിരുന്ന ആൾക്കാർ, രണ്ടുപേരും പൊക്കോണ്ടിരുന്നവരാണ്. ഒത്തിരി കുറെ നാളായിട്ട് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അതെ ഇപ്പൊ നമുക്ക് ബോംബെക്കാ പോകുന്നേ, തിരിച്ചു പോണം കേട്ടോ. തിരിച്ചു പോണോ? അതെ ഈ ഡിവൈഡർ ചാടിക്കിടക്കുകയല്ല, ക്രോസിംഗ് ഉള്ളിടത്താ തിരിക്കാൻ പറയാൻ പറ്റിയല്ലേ. ഇന്നാളെ എടുത്ത് പോയ പോലെ ഇനി തിരിച്ച് പുറകോട്ട് പോയാലേ. എന്താ പറഞ്ഞേ, നാട്ടിലേക്കാ പോണ്ടത്. പോട്ടെ. അപ്പം AC-യുടെ ആ സെൻസർ വന്നില്ല. ബാക്കി അങ്ങനെ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്തു. AC-യുടെ ഒരു AC വെന്റിന്റെ ഒരു സാധനം പൊട്ടിപ്പോയായിരുന്നു, അത് മാറി. എല്ലാം പെട്ടെന്നായിരുന്നു. നേരെ എന്ന് കയറ്റിയിട്ടു, മാറി ഇങ്ങി പോകുന്നു. ചെറിയ പണിയല്ലേ ഉള്ളായിരുന്നു. ഇപ്പോഴേ നമ്മുടെ പരിപാടി എങ്ങനെയാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ എങ്ങനെ സ്റ്റേ ചെയ്യാം മംഗലാപുരത്ത്. ഇന്ന് രാത്രി കയറി ചെന്നാൽ ലോഡ് ഇറക്കുകയല്ല, നല്ലപോലെ കിടന്നു ഉറങ്ങാം, നല്ലപോലെ ഉറങ്ങാം. എന്നിട്ട് രാവിലെ പാർട്ടിയെ വിളിച്ചിട്ടേ പുള്ളി പറയുന്ന അനുസരിച്ച് അങ്ങ് പോയാ പോരെ. രാവിലെ വിളിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അതെ, ഞാനേ പലപ്പോഴും ഇതിലെ വന്നപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇത് എന്തിനാ ഇവിടെ ഈ ട്രാക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വണ്ടി വരുമ്പോ ഒരു ചാട്ടവാ, ആവശ്യമില്ലാതെ എന്തിനാ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ട്. എനിക്കറിയായിരുന്നു അന്ന് ഇത് പോർട്ടിലേക്കോ ഇല്ല സിമെന്റ് കമ്പനി ഉണ്ട്, സിമെന്റ് കയറ്റാനും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചരക്ക് കയറ്റാനുള്ള സമയത്താണ് ഗുഡ്സ് ട്രെയിൻ മാത്രം അങ്ങോട്ട് പോകും, എന്നിട്ട് ചരക്ക് കയറ്റിക്കൊണ്ട് വരും. എന്നാ പതുക്കെയാ പോകുന്നത് നോക്കി. അപ്പോൾ അതേ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതുണ്ടാ ഇത്, അത് ട്രാക്ക് കേട്ടോ അപ്പറേ. ഇതുണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പിള്ളേർ കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ കണ്ടോ, മുകളിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ്. ഇത് ചെറിയ ലോഡ്,
പക്ഷെ വെയിറ്റ് കാണുമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണല്ലോ പിള്ളേരെ കയറ്റിയേക്കുന്നത്. അത് പോർട്ടിൽ തന്നെ പോയാ കേട്ടോ, സിമെന്റ് കമ്പനി ഇതേ ഇവിടെ ഇതാ. പോർട്ടിന്റെ ഗേറ്റ് എല്ലാം നല്ല പുതുക്കി പണിതിട്ടുണ്ടല്ലോ നല്ല. ഇവിടെ എന്തോ പ്രത്യേകമുണ്ടോ ഈ സമയത്ത് ലൈറ്റ് ഇട്ടേക്കുന്ന? പോർട്ടിന് അവിടെയും ഉണ്ടായിരുന്നു എന്തോ, അല്ലെങ്കിൽ ഇതൊന്നും പോർട്ടാന്ന് കൂടെ അറിയത്തില്ല. ന്യൂ മംഗ്ലൂർ പോർട്ട് അതോറിറ്റി. അപ്പം നമ്മൾ മംഗലാപുരം എത്തി. മംഗളൂരു നമുക്ക് ഇടയിലടുത്ത് എവിടെയെങ്കിലും ഒതുക്കിയേക്കാം. ഒതുക്കിയോ എന്നിട്ട് നാളെ പോവാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.